ഐക്കോണാ, അത് അടുപ്പിച്ച് പിടിക്കാത്തോണ്ട്. ഭൂമിയിൽ ദൈവം ലഭിച്ചവർക്ക് ഒന്നുകൂടി പറഞ്ഞേ. ഭൂമിയിൽ ദൈവം ലഭിച്ചവർക്ക് അത് ആ വാക്യം നിങ്ങൾക്ക് അറിയാവോ? കേട്ടിട്ടില്ലേ? എല്ലാവർക്കും പരിചയമുള്ളതാണ് അല്ലേ? ഇനി ടീച്ചർ വിശുദ്ധനെ പരിചയപ്പെടണം. പേരെന്താണെന്നറിയോ വിശുദ്ധന്റെ? വിശുദ്ധ തോമസ് അക്വിനാസ്. എന്താണ് ഒന്ന് പറഞ്ഞ എല്ലാവരും? വിശുദ്ധ തോമസ് അക്വിനാസ്. അദ്ദേഹം ജനിച്ചത് ഇറ്റലിയിലെ അക്വിനോ എന്ന സ്ഥലത്താണ്. ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, ചോദ്യം ചോദിക്കും. ആരൊക്കെയാണ് മിടുക്കന്മാരെ പഠിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ആരൊക്കെയാണ് ശ്രദ്ധിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഏതാണ് വിശുദ്ധന്റെ പേരെന്താ? വിശുദ്ധ തോമസ് അക്വിനാസ്. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? ഇറ്റലിയിലെ അക്വിനോ എന്ന സ്ഥലത്താണ് ജനിച്ചത്. 1226 ജനിച്ചത്. ഇദ്ദേഹം വിശുദ്ധരിൽ വിജ്ഞൻ, വിജ്ഞരിൽ വിശുദ്ധൻ, വിനയമൂർത്തി എന്നൊക്കെ പേരുകളിൽ അദ്ദേഹം അറിയപ്പെടുന്നു. എന്തൊക്കെയാണ്? വിശുദ്ധരിൽ വിശുദ്ധൻ, വിശുദ്ധരിൽ വിജ്ഞൻ, വിജ്ഞരിൽ വിശുദ്ധൻ, വിനയമൂർത്തി എന്നീ പേരുകളിലേക്കാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പ്രിയ ചങ്ങാതിമാരായിരുന്നു നിങ്ങൾക്ക്? പുസ്തകങ്ങളായിരുന്നു. ആരായിരുന്നു? പുസ്തകങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ചങ്ങാതിമാർ. അദ്ദേഹം നല്ല ചെറുപ്പത്തിൽ നന്നായി കരയുമ്പോൾ ആ കരച്ചിൽ നിർത്താനായിട്ട് ചെയ്തിരുന്ന കാര്യം എന്താണ്? ഒരു പുസ്തകം കൊടുത്ത് കയ്യിൽ കൊടുക്കും. ആ പുസ്തകം നികത്തി കഴിഞ്ഞ് അത് മറിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കരച്ചിലും മാറുമായിരുന്നു എന്നാണ് പറയുന്നത്. 5-ാം വയസ്സിലെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തെ ബെനഡിക്റ്റൻ സന്യാസി സമൂഹത്തിന്റെ സംരക്ഷണയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അതുപോലെ ചെറുപ്പത്തിൽ തന്നെ കളികളിൽ ഏർപ്പെടുമ്പോഴേക്ക് ഇടയ്ക്ക് കളി നിർത്തിയിട്ട് ദൈവം ആരാകുന്നു എന്നിങ്ങനെ അവിടെ കളിക്കൊണ്ട് കളിക്കുന്നവരോട് ഒക്കെ ഇങ്ങനെ ചോദിക്കുക പതിവായിരുന്നു. ആര്? ആരാ? തോമസ്. പിന്നെ മറ്റൊരു ഗുണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പാവപ്പെട്ട കുട്ടികൾക്ക് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് നൽകുമായിരുന്നു. നല്ല ഗുണമല്ലേ അത്? ഭക്ഷണ സാധനങ്ങൾ വീട്ടുകാരറിയാതെയാണ് കൊണ്ടേ കൊടുക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ ഭക്ഷണം കൊണ്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് എതിർദിശയോട് വരണ്ടായിരുന്നു. പിതാവ് പെട്ടെന്ന് അദ്ദേഹത്തെ വിളിക്കുകയും എന്താണ് കയ്യിൽ നിന്ന് ഉച്ചത്തിൽ ചോദിച്ചപ്പോൾ ഭക്ഷണം പെട്ടെന്ന് കയ്യിൽ നിന്ന് താഴേക്ക് പോയി. കാണാതെയാണ് കൊണ്ടുവരുന്നത്. പക്ഷേ താഴേക്ക് പോയപ്പോൾ ആ ഭക്ഷണം പൂക്കളായി മാറി എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇത് കണ്ട് പിതാവിന് അത്ഭുതമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ തെറ്റ് മനസ്സിലാവുകയും അദ്ദേഹത്തിന് മകനെ കെട്ടിപ്പിടിച്ച് പിന്നീട് പാവങ്ങളെ സഹായിക്കുന്നതെന്ന് അദ്ദേഹത്തെ തടഞ്ഞിട്ടില്ല. പിന്നെ 1243 മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും എല്ലാ എതിർപ്പിനെ അവഗണിച്ചിട്ട് ഡൊമിനിക്കൻ സഭാവസ്ത്രം അദ്ദേഹം സ്വീകരിച്ചു. 1250 വൈദിക പട്ടം സ്വീകരിച്ചു. അതുപോലെ 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. ദൈവശാസ്ത്ര സമാഹാരം, വിജാതീയർക്കെതിരായിട്ടുള്ള സമാഹാരം, ഇങ്ങനെ 2 കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 1274 മാർച്ച് 7 അദ്ദേഹം നമ്മളെ വിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ് യാത്രയായി. 1323 ജോൺ 22 മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത്. ആരാണ്? ജോൺ 22 മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത്. ജാനുവരി 28 തിരുസഭ വിശുദ്ധ തോമസ് അക്വിനാസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. ഡേറ്റ് ഓർമ്മയുണ്ടല്ലോ? ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. തോമസ് അക്വിനാസിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന രീതി ഞാനിപ്പോൾ പറഞ്ഞു. ഓർക്കുന്നുണ്ടല്ലോ? ചോദ്യം ചോദിക്കാം. എവിടെയാണ് വിശുദ്ധ തോമസ് അക്വിനാസ് ജനിച്ചത്?
ഏത്? ഓക്കെ, മോന്റെ പേര് എന്താണ്? പേര് ഓർക്കെ. എൻറോയ്. ജൂവി. ജൂവിനും എൻറോയ്ക്ക് നല്ലൊരു ക്ലാപ്പോട് കൊടുത്തേ. ഞാൻ അവസാനത്തെ ചോദ്യം, ഏത് പാപ്പയാണ് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്? ജോൺ മെഡിക്കൽ. നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ, ഇനി നമുക്ക് സെലിബ്രിറ്റി വന്നവരെ